ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശക്തിയും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനം സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകർന്നു നൽകുന്ന വചനം സുഭാഷിതങ്ങൾ 14 അധ്യായം 12 തിരുവചനമാണ്. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഈ തിരുവചനത്തിന്റെ അർത്ഥം വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാനായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഏറെ താല്പര്യത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മോട് പറയുന്നു, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ എന്നെയും നിങ്ങളെയും നാശത്തിലേക്ക്, പരാജയത്തിലേക്ക്, മരണത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്നതാവാം. നമുക്ക് ഒരുപാട് വഴികളില്ല. എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കുവാനായി, നമുക്ക് മുന്നേറുവാനായി, നമുക്ക് നടക്കുവാനായി ഒരുപാട് വഴികളില്ല. ദൈവജനത്തിന് ഒരേ ഒരു വഴിയുള്ളൂ. ആ വഴിയുടെ പേരാണ് കർത്താവായ യേശു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 തിരുവചനത്തിൽ യേശു പറഞ്ഞു, ഐ ആം ദ വേ, ഞാനാണ് വഴി, പിതാവിന്റെ അരികിലേക്ക് ചെല്ലുവാൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, അനുഗ്രഹത്തിൽ വ്യാപരിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാനുള്ള വഴി ഞാൻ മാത്രമാണ്, ഞാൻ തന്നെയാണ്. യേശു ക്രിസ്തുവാകുന്ന വഴി വിട്ട് നമ്മുടേതായ വഴികളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില ആഗ്രഹങ്ങൾ, നമ്മുടെ ചില സ്വാർത്ഥതകൾ, ഈ വഴിയിലൂടെ നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും പരാജയത്തിലും തകർച്ചയിലും വേദനയിലും നാശത്തിലും ചെന്ന് അവസാനിക്കുന്നത്. ചില വ്യക്തികള് വളരെ സങ്കടത്തോടു കൂടി വന്ന് പറയാറുണ്ട്, എന്റെ ജീവിതത്തിലെ ഈ തകർച്ചയ്ക്ക് കാരണം, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പരാജയത്തിന് കാരണം വർഷങ്ങൾക്ക് മുൻപ് വഴി വിട്ട് നടന്നതാ. നടക്കേണ്ട വഴി നടക്കാതെ എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചതാണ് ഇന്ന് എന്റെ കണ്ണുനീരിന് കാരണമെന്ന് ഒരുപാട് മനുഷ്യര് വേദനയോടുകൂടി പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ഇത് എത്ര യാഥാർത്ഥ്യമാണ്. സങ്കീർത്തകനായ ദാവീദ് 128 സങ്കീർത്തനം 1 തിരുവചനത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു, കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവതി? ലോട്ടറി അടിക്കുന്നവരല്ല, ഈ ലോകത്തിന് മുൻപിൽ പോഷായി ജീവിക്കുന്നവരല്ല. പിന്നെ ആരാണ്? ദൈവം നോക്കുന്ന എപ്രകാരമുള്ളവരെയാ? കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന്റെ വഴികളിൽ നടക്കുന്ന ജീവിതങ്ങളാണ് ഭാഗ്യപ്പെട്ട ജീവിതങ്ങള്. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തോടു കൂടെ നടക്കുന്ന, ദൈവത്തോടു കൂടെ വ്യാപരിക്കുന്ന ജീവിതം, അതാണ് വിശുദ്ധ ജീവിതം. പ്രിയ ദൈവമക്കളെ, സാമുവേൽ പ്രവാചകന്റെ 2 പുസ്തകം 13 അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ ആഴങ്ങൾ അല്പം കൂടി ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുകയാണ്. അവിടെ ദാവീദിന്റെ കുടുംബത്തെ നമുക്ക് കാണാം. ദാവീദിന്റെ മക്കളെ കുറിച്ച് വചനം അവിടെ പരാമർശിക്കുന്നുണ്ട്. 13 അധ്യായം 1 തിരുവചനം, ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു, താമാർ എന്നായിരുന്നു അവളുടെ പേര്. കർത്താവിന്റെ വചനം വീണ്ടും പറയുന്നു, ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ തന്റെ സഹോദരിയായ താമാറെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. നമ്മളിത് ചിന്തിച്ചു നോക്കി. സ്വന്തം സഹോദരിയെ കാംക്ഷിക്കുന്ന അമ്നോൻ, സ്വന്തം സഹോദരിയുടെ ജീവിതത്തെ സ്വന്തമാക്കുവാനായി ആഗ്രഹിക്കുന്ന സഹോദരനായ അമ്നോൻ. ഈ കാലഘട്ടത്തിലുമുണ്ട് ഇതുപോലെ കുറെ അമ്നോന്മാര്. സ്വന്തം സഹോദരിയെ നശിപ്പിക്കാൻ വേണ്ടി, അവന്റെ ഹൃദയത്തിലെ മ്ലേച്ഛത നിറഞ്ഞ, ദുരാശ നിറഞ്ഞ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ സഹോദരിയായി കാണാതെ തന്റെ ജഡീകമായ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം സഹോദരിമാരെ നശിപ്പിക്കുന്ന എത്രയോ സഹോദരങ്ങള് നമ്മുടെയൊക്കെ സമൂഹങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ അമ്നോൻ
സ്വന്തം സഹോദരിയായ താമാറിനെ അവന്റെ ജീവിതത്തിലേക്ക് അവൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ഈ അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ റിലേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിന്റെ വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെ പരിശുദ്ധിയിൽ സൂക്ഷിച്ച മതിയാകൂ. ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വഴിവിട്ട ബന്ധങ്ങളാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് എന്ത് വൃത്തികേടുകളും കാട്ടിക്കൂട്ടാം എന്നുള്ള വിധത്തിൽ ഇന്നത്തെ തലമുറ, ഈ സമൂഹം അധപതിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. അമ്നോന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് ഒരു പ്രധാന കാരണം യോനാദാബുമായിട്ടുള്ള അവന്റെ ബന്ധമായിരുന്നു. അമ്നോന് യോനാദാബ് കൊടുത്ത തെറ്റായ ഉപദേശമായിരുന്നു. ചില ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വിലപ്പെട്ടവരാകാം, നമുക്ക് പ്രിയപ്പെട്ടവരാകാം, പക്ഷെ എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, ആ ഉപദേശങ്ങൾ എന്നെ അശുദ്ധിയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, എന്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, അതിനോട് നോ പറയുവാനുള്ള തന്റെ ഇടം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇവിടെ അമ്നോൻ എന്ത് സംഭവിച്ചു? യോനാദാബ് എന്നൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. വിശുദ്ധ വചനം പറയുന്നു, 3-ാം തിരുവചനം, അവൻ വലിയ സൂത്രശാലിയായിരുന്നു. ഈ യോനാദാബിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് അവൻ സൂത്രശാലിയാണ്, വളരെ തന്ത്രങ്ങൾ മെനയാൻ മിടുക്കനായിരുന്നു. ഈ യോനാദാബ് എന്തുപദേശാണ് അമ്നോന് പകർന്നു കൊടുത്തത്? 4-ാം തിരുവചനത്തിൽ പറയുന്നു, അമ്നോനോട് യോനാദാബ് ചോദിച്ചു, അല്ലയോ രാജകുമാര, ഞാൻ ദിവസങ്ങളായി നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എന്താ നിന്റെ മുഖത്തൊരു മൗനം? നീ എന്തിനാ ഇതുപോലെ ദുഃഖിച്ചിരിക്കുന്നത്? യോനാദാബ് ചോദിച്ചപ്പോൾ തന്റെ സ്നേഹിതനായ യോനാദാബിനോട് അമ്നോൻ തന്റെ ഹൃദയത്തിന്റെ രഹസ്യം പങ്കുവെക്കുകയാണ്. I'm not surprised. I feel lovesick. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യോനാദാബ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്നോൻ, ഇതാണോ കാര്യം? അവനൊരു ഉപദേശം പറഞ്ഞു കൊടുത്തു. I think I have an idea. Stay here. You're about to become quite a bit sicker. യോനാദാബ് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. അവൻ പറഞ്ഞു കൊടുത്ത ബുദ്ധി എന്താണെന്നറിയോ? രോഗം നടിച്ചു കിടക്കുക. നല്ലൊരു സുഹൃത്താണെങ്കിൽ യോനാദാബ് അമ്നോന് നല്ലൊരു സ്നേഹിതനാണെങ്കിൽ അവൻ പറഞ്ഞു കൊടുക്കും, അമ്നോനെ, നീ എന്തായി പറയുന്നത്? നിന്റെ സഹോദരിയെ തന്നെയാണ് നീ കാംക്ഷിക്കുന്നത്, അത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ അവസ്ഥയിൽ നിന്ന് അമ്നോനെ പിന്തിരിപ്പിക്കുവാൻ യോനാദാബ് പരിശ്രമിക്കും. എന്നാൽ അത് ചെയ്യേണ്ടതിന് പകരം യോനാദാബ് അമ്നോനെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുവാൻ, കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുവാനുള്ള ഉപദേശമാണ് പറഞ്ഞു കൊടുത്തത്. പ്രിയമുള്ളവരെ, ചില ഉപദേശങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ കാരണം പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പഠിപ്പിക്കുക ചിലരുടെ ഉപദേശങ്ങളാണ്. അശുദ്ധി നിറഞ്ഞ ഉപദേശങ്ങൾ, ചില തെറ്റായ ഉപദേശങ്ങൾ, കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായി, അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളുടെ ആലോചനകൾക്ക് വിരുദ്ധമായി ചില ബാലിശ്യമായ ഉപദേശങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് എത്രയോ ജീവിതങ്ങളും കുടുംബങ്ങളുമാണ് ഇന്ന് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇവിടെ അമ്നോനോട് പറഞ്ഞു കൊടുത്തു, നീ രോഗം നടിച്ചു കിടക്കുക. നീ രോഗം നടിച്ചു കിടക്കുമ്പോൾ, നീ രോഗിയായി മാറുമ്പോൾ നിന്നെ കാണുവാൻ നിന്റെ അപ്പനായ ദാവീദ് വരും. ദാവീദ് വരുമ്പോൾ നീ പറയണം, അപ്പാ, എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുവാൻ എന്റെ സഹോദരിയായ താമാറിനെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. യോനാദാബിന്റെ ഉപദേശപ്രകാരം അമ്നോൻ രോഗം നടിച്ചു കിടന്നു. ഇതാ രോഗിയായ തന്റെ മകനെ കാണാൻ പിതാവായ ദാവീദ് വരികയ. ദാവീദിനോട് അമ്നോൻ പറഞ്ഞു, എന്റെ സഹോദരിയായ താമാറെ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുവാനായി എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. മകന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പിതാവായ ദാവീദ് താമാറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മോളെ, നിന്റെ സഹോദരൻ അമ്നോനെ നീ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ചൊല്ലുക എന്ന് പറഞ്ഞ് അവളെ ഒരുക്കി വിടുകയ. ഈ വാർത്ത കേട്ടപ്പോൾ സഹോദരിയായ താമാറിന്റെ ഹൃദയത്തിന് ഒരുപാട് സന്തോഷമായി. തന്റെ പ്രിയ സഹോദരന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ആ കൊച്ചു പെൺകുട്ടി വളരെ തിടുക്കത്തോടെ അമ്നോന്റെ വീട്ടിലേക്ക് വരികയ. അവൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്നോൻ കിടക്കുകയായിരുന്നു. അവൾ മുറിയിൽ കടന്ന് തന്റെ സഹോദരന് വേണ്ടി നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നുണ്ട്, 13-ാം അധ്യായം 9-ാം തിരുവചനം, അവൾ മാവ് കുഴച്ച് അവൻ കാൺകെ അടച്ചിട്ടു. അത് വറച്ചട്ടിയിൽ നിന്ന് എടുത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരനായ അമ്നോന് കൊടുക്കുകയാ.
എന്നാൽ അമ്നോൻ വിളിച്ചു പറഞ്ഞു, ഇത് ഈ ആഹാരം നീ എന്റെ ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക, എന്റെ കിടപ്പറയിലേക്ക് നീ കൊണ്ടുവരിക. തന്റെ സഹോദരൻ തന്നോട് ഇത് ആവശ്യപ്പെട്ടപ്പോഴും സഹോദരിയായ താമാറിന് സംശയമില്ല. കാരണം ആരാ പറയുന്നത്? സഹോദരനാണ് പറയുന്നത്. സഹോദരന്റെ വാക്ക് കേട്ട് വലിയ സന്തോഷത്തോടെ താമാറ് ഈ ചുട്ടെടുത്ത അടയുമായി ഇതാ അമ്നോന്റെ കിടപ്പ് മുറിയിലേക്ക് ചെല്ലുകയാണ്. ആ മുറിയിൽ അവൾ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ധനായ ജഡത്തിന്റെ ദുരാഗ്രഹത്താലെ അവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ആ അശുദ്ധി നിറഞ്ഞ ചിന്തയുടെ ഭാരത്താലെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ അന്ധനായിട്ട് മാറി. ഇതാ തന്റെ പ്രിയ സഹോദരിയെ താമാർ അവൻ കടന്നു പിടിക്കുകയാണ്. അവൾക്ക് അപകടം മനസ്സിലായി. താമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര അമ്നോനെ, നീ എന്നെ അപമാനിക്കരുത്, നീ വഷളത്വം കാണിക്കരുത്. പക്ഷേ തന്റെ സഹോദരിയായ താമാറിന്റെ നിലവിളിയോ യാചനയോ കേൾക്കുവാൻ അമ്നോൻ തയ്യാറായില്ല. അവൻ അവന്റെ ജഡത്തിന്റെ ദുരാശ മൂലം അന്ധനായി ഇത് തന്റെ സഹോദരിയുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ എത്രയോ ജീവിതങ്ങളാണ്, എത്രയോ വ്യക്തികളാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളെ പോലെ കാണാൻ കഴിയാത്ത പിതാക്കന്മാരെ, സ്വന്തം സഹോദരിയായി കാണാൻ കഴിയാത്ത സഹോദരങ്ങള് ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളിൽ പിശാച് വിതയ്ക്കുന്ന കളകളാണ് ഈ അശുദ്ധി നിറഞ്ഞ റിലേഷൻസ്. നമ്മുടെ കണ്ണു തുറക്കണം ദൈവമക്കളെ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അമ്നോനെ സംബന്ധിച്ച് ഇത് ശരിയായിട്ടുള്ള വഴിയായിരുന്നു, ഇത് അവന് ശരിയെന്ന് തോന്നുന്ന വഴിയായിരുന്നു. എന്തു സംഭവിച്ചു? ഈ വിവരം ദാവീദിന്റെ മറ്റൊരു മകനായ അബ്സലോം അറിഞ്ഞു. അവന്റെ ഹൃദയം പ്രതികാരം കൊണ്ട് നിറഞ്ഞു. തന്റെ സഹോദരിയായ താമാറെ തന്റെ സഹോദരനായ അമ്നോൻ നശിപ്പിച്ചു നിറഞ്ഞപ്പോൾ അബ്സലോമിന്റെ ഹൃദയം വെറുപ്പ് കൊണ്ട് നിറഞ്ഞു. 2 വർഷം അവൻ കാത്തിരുന്നു. 2-ാം വർഷത്തിൽ അവൻ ഒരു വലിയ വിരുന്ന് നടത്തി. തന്റെ പിതാവായ ദാവീദിനോട് പറഞ്ഞു, അപ്പാ, എന്റെ സഹോദരനായ അമ്നോനെ ഞാൻ നടത്തുന്ന വിരുന്നിലേക്ക് അപ്പൻ പറഞ്ഞു വിടണം. അബ്സലോമിന്റെ വാക്ക് കേട്ട് ദാവീദ് മകനായ അമ്നോനെ ഇതാ അബ്സലോം നടത്തുന്ന വിരുന്നിലേക്ക് പറഞ്ഞു വിട്ടു. അമ്നോൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്സലോം അവന്റെ കൂട്ടാളികളും ചേർന്ന് അമ്നോനെ മൂക്കട്ടം കുടിപ്പിച്ച് മദ്യലഹരിയിൽ മത്തനായി തീർന്ന അമ്നോനെ സുബോധം നഷ്ടപ്പെട്ടു. അവൻ ഉറങ്ങുന്ന സമയത്ത് അബ്സലോമും അവന്റെ കൂട്ടാളികളും വന്ന് അമ്നോനെ വെട്ടി കൊലപ്പെടുത്തി അവന്റെ ജീവിതത്തെ നശിപ്പിച്ചു. ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ട് പറയുന്നത്, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അവനോന്റെ ജീവിതം തികച്ചും മരണത്തിലേക്ക് കലാശിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബന്ധങ്ങളെ കൃത്യതയിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാകണം. ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ വചനത്തോട് മറുതലിക്കരുത്. ദൈവമക്കൾ ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരണം, അവന്റെ വിശുദ്ധിയിൽ വളരണം. ഈ ഒരു അഭിഷേകം നമുക്ക് പ്രാപിക്കാം. അമ്നോന് പറ്റിയത് നമ്മുടെ ജീവിതങ്ങൾക്ക് പറ്റരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റരുത്, നമ്മുടെ യുവജനങ്ങൾക്ക് പറ്റരുത്, നമ്മുടെ ദമ്പതികൾക്ക് പറ്റരുത്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധിയിൽ വളരുവാൻ, വിവേകത്തോടെ ജീവിക്കുവാൻ, സ്വർഗത്തിന്റെ ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ തിരുവചനത്തിലൂടെ തിരിച്ചറിയുന്നു, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ ഞങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അമ്നോന് സംഭവിച്ചതുപോലെ ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാനാണല്ലോ വിശുദ്ധ വചനത്തിൽ ഈ ആത്മീയ സത്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവത്തിന്റെ വിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ, ഞങ്ങളുടെ ബന്ധങ്ങളെ നേരുള്ളതായി തീർക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു.
വിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറെ ആഗ്രഹത്തോടെ നമുക്ക് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കണ്ടു, നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴി നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഏറെ നുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളുടെ വഴി യേശുവാണ്. യേശു കർത്താവാകുന്ന വഴി വിട്ട് നമ്മുടേതായ വഴികളിലൂടെ, നമ്മുടെ ഇഷ്ടങ്ങളാകുന്ന വഴികളിലൂടെ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങളാകുന്ന വഴികളിലൂടെ, പാപ വഴികളിലൂടെ, തെറ്റായ ബന്ധങ്ങളാകുന്ന വഴികളിലൂടെ നമ്മൾ നടന്നു നീങ്ങിയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത് കർത്താവിന്റെ മുമ്പിൽ ഹൃദയനുറുക്കത്തോടെ അനുതപിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, തെറ്റിപ്പോയി കർത്താവെ. ഇതുമൂലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അടിമത്ത കെട്ടുകളിലേക്കും എല്ലാ പാപത്തിന്റെ മുഖങ്ങളിലേക്കും കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ചലിക്കുവാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, നാം തിരുവചനത്തിൽ കാണുന്നു, അമ്നോൻ തെറ്റായ വഴികളിലൂടെ സ്വന്തം സഹോദരി ആഗ്രഹിച്ചുകൊണ്ട് അവന് ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ അവൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അതവന്റെ മരണത്തിൽ കലാശിച്ചു. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികൾ കർത്താവിന്റെ വഴികളായിരിക്കണം. വചനം പറയുന്നു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. തെറ്റായ വഴികളിൽ, പാപ വഴികളിൽ, തെറ്റായ ബന്ധങ്ങള്, അവിഹിത വേഴ്ചകള് എല്ലാം ഉപേക്ഷിച്ച് നുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഏറെ ആഗ്രഹത്തോടെ, യേശുവേ കരുണയായിരിക്കണമേ, എന്റെ ജീവിതത്തോട്, ഞാൻ തെറ്റിപ്പോയ സാഹചര്യങ്ങളോട്, അനുതാപമില്ലാതെ പ്രവർത്തിച്ചു പോയ നിമിഷങ്ങളോട്, തെറ്റായ ബന്ധങ്ങളിലും അവിഹിത വേഴ്ചകളിലും ഏർപ്പെട്ട സാഹചര്യങ്ങളോട് കർത്താവെ കരുണയായിരിക്കണമേ. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. നുറുക്കത്തോടെ പ്രാർത്ഥിക്കേ. യേശുവിനെ വിളിക്കേ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റിപ്പോയി നിമിഷങ്ങളെടുത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. ഈ പ്രവർത്തികൾ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്ന എല്ലാ വൈശാചിക ശക്തികളെയും എല്ലാ അന്ധകാര വ്യാപാരങ്ങളെയും അങ്ങ് തച്ചുടച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ക്രിസ്തുവിന്റെ പരിശുദ്ധിയിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങൾ വഴി നടത്തണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. അവന്റെ കൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിന് എല്ലാ തലങ്ങളിലേക്കും കവിഞ്ഞൊഴുകുകയാണ്. സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ. ഓ, ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറാണ്. ഇത് കൃപയുടെ മണിക്കൂറാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സൗഖ്യത്തിന്റെ മണിക്കൂറാണ്. ഇരു കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാ വ്യാപരിക്കണമേ. എല്ലാ തലങ്ങളിലേക്ക് വ്യാപരിക്കണമേ. യേശുവാകുന്ന വഴിയിലൂടെ നടക്കുവാൻ, ക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യണമേ. യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ. എല്ലാ ജീവിതങ്ങളും അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. സ്വർഗം തുറന്ന് അഭിഷേകം ഇറങ്ങുന്ന സമയമാണ്. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.